നവംബറിൽ നടക്കാനിരുന്ന ആഡംബര വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ പ്രതിശ്രുത വരനെ വധുവും കാമുകനും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് പൂനെ നിവാസികൾ. പ്രമുഖ വ്യവസായിയായ വിശാൽ അഗർവാളിന്റെ മകൻ കേതൻ വിശാൽ അഗർവാളാണ് വധുവിന്റെ പ്രണയപ്പകയ്ക്ക് ഇരയായത്. പ്രതിശ്രുത വധു സിയ ഗോയൽ കാമുകൻ ചേതൻ ബാബുലാൽ ചൗധരിയോടൊപ്പം ജീവിക്കാൻ കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇരുവരുടെയും പ്രണയത്തിന് തടസ്സമാകുമെന്ന് കരുതിയാണ് ഇവർ കേതനെ വധിക്കാൻ പദ്ധതിയിട്ടതെന്നും മുൻപും ഇത്തരത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ഇവർ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ട കേതൻ അഗർവാൾ പൂനെയിലെ പ്രമുഖ വ്യവസായി വിശാൽ അഗർവാളിന്റെ മകനും സക്സസ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായിരുന്നു. സ്വന്തമായി ബേക്കറി ബിസിനസ് നടത്തുന്ന സിയയും കേതനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് നടന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു ബിസിനസ് മീറ്റിംഗിൽ വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ് നടത്തുന്ന ചേതൻ ചൗധരിയെ സിയ പരിചയപ്പെടുകയും ഇരുവരും തീവ്ര പ്രണയത്തിലാവുകയും ചെയ്തിരുന്നു. കേതനുമായുള്ള വിവാഹാലോചന മുന്നോട്ടു പോയതോടെ സിയയുമായുള്ള ബന്ധം തകരുമെന്ന് ഭയന്ന കാമുകൻ ചേതൻ കേതനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിവാഹം വേണ്ടെന്ന് വെച്ച് ചേതനൊപ്പം ഒളിച്ചോടാൻ സിയ തയ്യാറായിരുന്നില്ല. കാരണം അത് തന്റെ കുടുംബത്തിന് വലിയ അപമാനമുണ്ടാക്കുമെന്ന് സിയ കരുതി. ഇതോടെയാണ് കേതനെ അപായപ്പെടുത്തി ഒരു അപകട മരണമായി ചിത്രീകരിക്കാൻ ഇരുവരും ചേർന്ന് പദ്ധതികൾ മെനഞ്ഞത്. ജൂൺ 18-നായിരുന്നു മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ ലോഹഗഡ് കോട്ടയിൽ വെച്ച് കേതൻ കൊല്ലപ്പെടുന്നത്. കോട്ടയുടെ 400 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിലേക്ക് സിയയും കാമുകനും ചേർന്ന് കേതനെ തള്ളിത്താഴ്ത്തുകയായിരുന്നു. ഇതിനുശേഷം ശക്തമായ കാറ്റിൽ ഫോട്ടോ എടുക്കുന്നതിനിടെ കേതൻ കാൽ വഴുതി വീണതാണെന്ന് സിയ തന്നെയാണ് പോലീസിനെ വിളിച്ച് അറിയിച്ചത്. ജൂൺ 19-ന് ഏറെ പ്രയത്നിച്ചാണ് പോലീസ് കേതന്റെ മൃതദേഹം പുറത്തെടുത്തത്. കേതൻ പരിചയസമ്പന്നനായ ഒരു പർവ്വതാരോഹകനായതിനാൽ ഒരിക്കലും ഇത്തരത്തിൽ വഴുതി വീഴില്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറഞ്ഞതാണ് പോലീസിനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിനിടെ പോലീസിന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ സംശയമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ കാരണമായത്. ജൂണിലെ 33 ഡിഗ്രി സെൽഷ്യസ് കടുത്ത ചൂടിൽ ഒരു യുവാവ് കോട്ടയുടെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം ഹുഡി ധരിച്ച് നടന്നു പോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. കടുത്ത വേനൽ ചൂടിൽ എന്തിനാണ് ഒരാൾ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള ഹുഡിയും അതിനു മുകളിൽ ഹെഡ്സെറ്റും ധരിച്ച് നടക്കുന്നതെന്ന പോലീസിന്റെ ചോദ്യം അന്വേഷണത്തിൽ നിർണായകമായി. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഈ യുവാവ് സിയയെയും കേതനെയും നിരന്തരം പിന്തുടരുന്നതായി കണ്ടെത്തി. ഒരു ഘട്ടത്തിൽ സിയ പെട്ടെന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു യുവാവ് ഒളിക്കാനായി പെട്ടെന്ന് നിലത്തിരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഹൂഡി ധരിച്ച യുവാവ് സിയയുടെ കാമുകനായ ചേതനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. കൃത്യം നടക്കുന്ന ദിവസം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ചേതൻ തന്റെ മൊബൈൽ ഫോൺ സ്വന്തം കടയിൽ വെച്ചാണ് ലോഹഗഡിലേക്ക് പുറപ്പെട്ടത്. കടയിലെ ജീവനക്കാരന്റെ ഫോണാണ് യാത്രയിലുടനീളം ഉപയോഗിച്ചത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5:40 വരെ ചേതന്റെ ഫോണിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഓഫാക്കി വെച്ചതും പോലീസിന് കൂടുതൽ സംശയമുണ്ടാക്കി. ഇതിനിടെ സംഭവ ദിവസം ചേതന്റെ നമ്പറിലേക്ക് വിളിച്ച ആളുകളെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു. ഫോൺ എടുത്തത് ചേതൻ അല്ലെന്നും അദ്ദേഹത്തിന്റെ കടയിലെ ജീവനക്കാരനാണെന്നും വിളിച്ചവർ സ്ഥിരീകരിച്ചതോടെ ചേതൻ ഉണ്ടാക്കിയ വ്യാജ തെളിവുകൾ തകരുകയായിരുന്നു. ഒടുവിൽ സിയയും കേതനും കോട്ടയുടെ ഒഴിഞ്ഞ അഗാധമായ മലയിടുക്കിന്റെ ഭാഗത്തെത്തിയപ്പോൾ ചേതൻ ഇവർക്കൊപ്പം ചേരുകയും ഇരുവരും ഒന്നിച്ച് കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമായി സിയയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ചേതനുമായി മണിക്കൂറുകളോളം നീണ്ടുനിന്ന 1000-ലധികം കോളുകൾ പോലീസ് കണ്ടെത്തി. തുടർന്ന് ചേതന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് CCTVയിൽ കണ്ട ഹൂഡി ധരിച്ച യുവാവിന്റെ ശാരീരിക രൂപവുമായി അതിന് കൃത്യമായ സാമ്യമുണ്ടെന്ന് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ സിയയും കേതന്റെ കുടുംബത്തോട് വിവാഹം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി വ്യക്തമായി. ജൂൺ 18-ലെ വിജയകരമായ കൊലപാതകത്തിന് മുൻപ് പലതവണ ഇവർ കേതനെ വധിക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മെയ് 31-ന് സിയ കേതനെ ഇതേ ലോഹഗഡ് കോട്ടയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൊക്കയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ സമീപത്തെ ഒരു കുറ്റിക്കാട്ടിൽ പിടിച്ചു നിന്നതിനാൽ
കേതൻ രക്ഷപ്പെട്ടു. എന്തിനാണ് തള്ളിയതെന്ന് ചോദിച്ചപ്പോൾ പാമ്പിനെ കണ്ട് പേടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന സിയയുടെ നുണ കേതൻ വിശ്വസിക്കുകയായിരുന്നു. പിന്നീട് ജൂൺ 4-ന് വീണ്ടും കോട്ടയിലേക്ക് പോകാൻ സിയ നിർബന്ധിച്ചുവെങ്കിലും കേതന്റെ അമ്മ തടഞ്ഞതിനാൽ ആ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് ജൂൺ 6-ന് ഇരുവരും പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടിനായി ബാലിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വെച്ച് തന്നെ കേതനെ വധിക്കാനുള്ള പദ്ധതി നടപ്പാക്കാൻ സിയ തന്നെ കേതന്റെ പാസ്പോർട്ട് ദുരൂഹ സാഹചര്യത്തിൽ ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തതിനെ തുടർന്ന് ആ യാത്രയും മുടങ്ങിപ്പോയി. പൂനെ ബിസിനസ് ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് കേതന്റെ ഈ കൊലപാതകം.